ഈശ്വര നല്ലൊരു കണി കാണിക്കണേ. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇത് കണിയല്ല കെണിയാ. Hey, I've seen this one. This is a classic. പണ്ട് എൻ്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എനിക്ക് ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? ഉഡായിപ്പ് എന്ന് പറഞ്ഞ ലോകോത്തര ഉഡായിപ്പ് പരിപാടിയാണ് ഈ ഒരു പ്രശ്നം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. സ്വന്തം നെഗറ്റീവ്സ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. MG സോളമൻ എന്ന് പറഞ്ഞ കൊച്ചുകുട്ടികളെ ഓടിച്ചിട്ടടിക്കും. അപ്പൊ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും. അൾട്ടിമേറ്റ് എയിം ചുമ്മാ അപരാധം പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അത് തന്നെ കാര്യം. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെ അല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. വണ്ടി എടുക്കട്ടെ മോളെ, വാങ്ങണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ അമ്മയെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു മാസം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും പഴയ പോലെ സെറ്റായിട്ട് ഫോർച്യൂണറിൽ ഫാമിലി വ്ളോഗിങ് ഒക്കെ ഫോർച്യൂണർ 2 ലോഡിങ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഓൾറെഡി ഈ ഫോമിൽ നോക്കി പഠിച്ച് സക്സസ് ആയിട്ടുള്ള കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇവിടെ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. വെരി നാച്ചുറൽ. താങ്ക് യു സർ.